ഇന്ന് വന്നിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബീജി പോയിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. ബീജി പോയിലെ എരീന ട്രെയിനിങ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എരീന ട്രെയിനിങ് ഒരു 4-10 എണ്ണമെങ്കിലും കളിക്കും ഗൈസ്. ഓക്കെ, നമ്മൾ കുറേ കളിക്കുന്നതായിരിക്കും ഗൈസ്. എരീന ട്രെയിനിങ് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ കാണുമ്പോൾ അതിലൊരു കൂടുതലും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, നമ്മൾ നേരെ ഗൈസ് നമ്മളെ ലോബിലോട്ട് കയറുപോലെ എരിന്നുള്ളുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ആ ലോബിലോട്ട് വന്നിട്ടുണ്ട്. അത് കളിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിപ്പാടാണ് ഗൈസ്. നമ്മളിപ്പം 3 ഹാൻഡ് വെച്ചാണ് കളിക്കുന്നത്. ഇച്ചിപ്പാടാണ് മോനെ, പറയുന്ന കണക്കല്ല, നിങ്ങൾ പറയുന്ന കണക്കല്ല, നിങ്ങൾ 3 ഹാൻഡ് വെച്ചാണ് കളിക്കുന്നത്. പറയൂ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഗെയിമിംഗ് ലോബിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ എരീന ട്രെയിനിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നല്ലൊരു പൂച്ചല ഗൈസ്. ഓക്കെ, നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട് ഗൈസ്. ആ ധോണിയല്ലേ ഗൈസ് ആ നിൽക്കുന്നത്? ഷെൻ്റെ പോന്നു. ഓക്കെ, നമ്മൾ ആയിരുന്ന ഗൈസ് നമ്മൾ കളിയിലോട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ധാരി എൻ്റെ ലാനിനെക്കാട്ടി കൂടുതൽ ലെവലുള്ള മച്ചം ബിയറുണ്ട് ഗൈസ്. മൺഡേ ഒക്കെ ആണെങ്കിൽ അറിയാതിരിക്കും. ഞാൻ ഇപ്പോൾ കളിക്കുന്നത് 4 തന്നെ. 3 ഹാൻഡ് വെച്ചിട്ടാണ്. 3 ഹാൻഡ് വെച്ച് കളിക്കാൻ ഇച്ച് പാടാണ് ഗൈസ്. ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കളിക്കാതിരിക്കൂല. 3 ഹാൻഡ് വെച്ചാണ് ഗൈസ് കളിക്കുന്നത്. മോനെ പൊട ഷോടാ ആര് മാർബുദ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വരാം. മൂക്കമണ്ട കലക്കും ഗൈസ്. അളിച്ചോ വരെ മൂക്കമണ്ട തീർന്നിരിക്കും. ഓക്കെ മോനെ എന്താണ് മോനെ? ഒടയണ മോനെ? യോ ഞാൻ 3 ഹാൻഡ് ഗെയിമറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഞാൻ 3 ഹാൻഡ് വെച്ചാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റൂല. 3 ഹാൻഡ് വെച്ച് കളിക്കുമ്പോൾ ഭയങ്കര പാടാണ് ഗൈസ്. നമ്മളെ കൊന്നു ഗൈസ്. 3 വെച്ച് കളിക്കുമ്പോഴത്തേക്കും നല്ല ലാഗടി കാര്യങ്ങൾക്ക് വരും ഗൈസ്. അപ്പം 3 ഹാൻഡ് വെച്ച് കളിക്കുമ്പം അല്ല ഗൈസ്. 3 ഹാൻഡ് മണ്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് കളിക്കുന്നല്ല ഗൈസ്. കണ്ട ഗൈസ്, ഈ 3 ഹാൻഡ് വെച്ച് കളിക്കാൻ ഭയങ്കര പാടാണ്. ഞാനിങ്ങനെ മാറിക്കൊണ്ടിരുന്നു ഗൈസ്. മാറിക്കൊണ്ടിരുന്നു. തിരി ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം ഗൈസ്. അതിൻ്റെ അകത്ത് ഞാൻ 3 ഹാൻഡ് വെച്ച് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ അയ്യോ പെട്ട് കഷ്ടപ്പെട്ട് ഗൈസ്. എന്നെ ഒന്ന് കൊന്ന് യൂസ് എടുക്കാം. ആരാ അമ്മമാരെ തല ഞാൻ പൊട്ടിക്കും മോനെ. ഇഴഞ്ഞു വരുന്നടാ കള്ള. ഞാൻ എറിഞ്ഞു വരുടാ. വട ഓക്കെ തീർന്നു. അടുത്ത അടുത്ത കള്ള ഈടാ ഗോബ്. നമ്മളെ എത്തിയിട്ടുണ്ട് കളിയിൽ. അവിടെ നമ്മളെ എനിമിയല്ല ഗൈസ്. എനിമിയല്ല. പോലെ അവളെ അടിച്ചിട്ട് അതൊന്നും പ്രശ്നമില്ല. പഠിക്കാൻ ഗൈസ്. എടുത്താരാ എടാ ധൈര്യം മുമ്പിടാ. തീർന്ന്. അയ്യോ ഗൈസ്, ഇവ തന്നെയാണ് ഗൈസ് എല്ലാ കില്ലും എടുക്കുന്നത്. നമ്മൾ 21 അമ്മ 22 ഇപ്പൊ 23 ആ. നോക്ക് കണ്ട മാറിക്കളാ അടിക്കോടി മോനെ. 22 vs 23 43 ആവും ഗൈസ്. മോനെ മീൻ ഇനി ഗൈസ് കൊന്നു. Tendo same Nissanino Bibi sama big step. Punya arat tahu lah.
ഓക്കെ, അടുത്താരാ എൻ്റെ അടി കൊണ്ട് ചാവാനുള്ളത് ആരാണ്? എൻ്റെ അടി കൊണ്ട് ചാവാൻ അടുത്ത മനുഷ്യൻ വന്ന് എൻ്റെ അടി കൊണ്ട് ചാവാനുള്ള. ഓക്കെ ഞാൻ എങ്ങനെ 3 ഹാൻഡ് വെച്ച് കളിക്കും നിങ്ങൾ കാണിച്ചു തരാം കഴിച്ചു. പക്ഷേ എനിക്ക് ഫസ്റ്റ് കാണാൻ പറ്റൂല. ഞാൻ ഇപ്പം ക്യാമറ ഓണാക്കിയിട്ടല്ല ഗൈസ് കളിക്കുന്നത്. ക്യാമറ ഓണാക്കിയിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മളെ കൈ തട്ടുന്നതൊക്കെ കാണും ഗൈസ്. നമ്മളെ ക്യാമറ എന്ന് പറയുന്ന ഫോണ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഫോൺ ക്യാമറ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഫോൺ ക്യാമറ ആയിട്ട് വെക്കുമ്പോഴത്തേക്ക് അവിടെ കയറി തട്ടും, ഇവിടെ കയറി തട്ടും. വെക്കാൻ സ്റ്റാൻഡ് പോലും ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് വെക്കാനായിട്ട് പറ്റാത്തത്. ഗൈസ് ഭയങ്കര റീകോയില്. SMGക്ക് ഇത്രയും റീകോയില്ല. ഓ തിരി ഓക്കെ 1 ഡൗൺ. അയ്യോ തീർത്തു, എന്നെ തീർത്തു. വാടാ ഓക്കെ നമ്മൾ വിക്ടറി അടിച്ചിരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവ് നമ്മളാണ് എടുത്തിരിക്കുന്നത്. അനിസായ ആരാ അങ്ങാണ്ടാണ് കേസ് ജയിച്ച. ഒരു കളിയും കൂടെ കളിക്കാം. നമ്മൾ ബേബീനെല്ലാം വെക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ എങ്കിലല്ലേ ഈ വീഡിയോ തന്നെ നമ്മൾ കളിക്കാം. ഓക്കെ നമുക്ക് പറ്റുമെങ്കിൽ ഇച്ചിരി ലെങ്ത് കൂട്ടി വീഡിയോ കൊടുക്കാം ഗൈസ്. ഓക്കെ ഞാൻ ആരൊക്കെ വരുന്നുണ്ട് ഗൈസ് കളിക്കാൻ. നിങ്ങൾ എൻജോടായിരുന്നെങ്കിൽ വരൂ. ഓക്കെ നിങ്ങൾ ഐഡിയും പാസ്വേഡും ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ നിങ്ങൾ പറഞ്ഞേ. വരേണ്ടവരൊന്ന് ഹായ് അടിച്ചിരുന്നാൽ മതി. ഞാൻ എപ്പോഴും ലൈവ് കാണാം, എപ്പോഴും വരാം. കുറേ നാളായി നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ചിപ്പാട് കേസ്. ചിപ്പാടാണ്. ഓക്കെ നമ്മൾ ഇതിൻ്റെ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ആണ്. നമ്മളിവിടെ ക്ലാപ്പ് പിടിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. എലികത്തോ കൊന്നു ഗൈസ്, കൊന്നു. അയ്യോയോ എടാ ഗൈസ്, കൊന്നു. മര 5 ബാക്കിൽ നിന്ന് അടിച്ച്. മോനെ എൻ്റെ പൊന്ന് ഗൈസേ, ഞാൻ ഒന്നും ചെയ്യില്ല. ഊനെ ചിരീര നാലികത്തോ ശിവൻ പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇച്ചിരി എലികത്തോ അല്ല, നമുക്ക് കുനിഞ്ഞു പോവാം. പബ്ജിക്ക് FPS കൂട്ടാൻ പറ്റൂല ഗൈസ്. മണം എൻ്റെ പൊന്നു അത്തറ്. തിരി അയ്യോ തരി. എൻ്റെ പൊന്നു തിരി. ഈ രണ്ടുപേരും കൂടെ എന്നാ അടിച്ചു ഗൈസ്. തിരി അടുത്തടി കൈ കൊണ്ട് തന്നെ അടി കൊണ്ട് ചാവാനുള്ളത് ഗൈസ്. സ്നേക്ക് ചെയ്ത് അടിച്ചു ഗൈസ്. അവന്മാർ 27, നമ്മൾ 6. തിരി എടാ മോനെ ചിത്തിരി. 3 പേരും കൂടെ ഒന്നിച്ചടിച്ച്. 3 പേരും എടാ മോനെ എങ്ങനെച്ചിട്ട് കാണിക്കൂന്ന് പറഞ്ഞാൽ കാണിക്കൂല മോനെ, കാണിക്കൂല കേട്ടാ. നാളെ വരാടാ കൊല്ലാൻ വരാടാ. ബോംബ് ഗൈസ്, എൻ്റെ അടുത്തോട്ട് ബോംബ് എറിഞ്ഞു ഗൈസ്.
ആരാ? ഓ സമയം കഴിഞ്ഞു. എടാ മോനെ കൊന്നടാ. ഇതിന് നമുക്ക് നേരെ ബേബി എല്ലോയിലോട്ട് പോകാം. ഇത് എക്സിറ്റ് ചാപ്റ്റർ വരെയാണ് ഗൈസ് നമ്മൾ കളിച്ചത്. അപ്പോൾ എക്സിറ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളായിരുന്ന ആക്ട് 3 കിടക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളെ ബേബി സിറ്റിങ്ങിൽ പിന്നെ വിളിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബേബി സിറ്റിങ്ങിൽ നമ്മളെ പിന്നെ വിളിക്കും. എന്തിനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് ദ ബ്ലാക്ക് ക്യാറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ദ ബ്ലാക്ക് ക്യാറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മൾ കളിക്കാനായിട്ട് ഇങ്ങനെ റൂമിലേക്ക് പോകണത് ഗൈസ്. ഓക്കെ, നമ്മൾ അതിനാ ഗൈസ് ഇവിടെ എത്തിക്കണ്ട ഗൈസ്. ഇത് കണ്ടോ, ഈ ബ്ലാക്ക് ക്യാറ്റിനെ കയറുന്നതിലേക്ക് നമുക്ക് ഫോളോ ചെയ്യണം ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് കയറുന്നതിലേക്ക് പോകാം. ഞാൻ ഇതായിരുന്ന ഗൈസ് നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അതായിരുന്നു ഗൈസ് അതങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ആ വീഡിയോ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം പിന്നെ പെട്ട് ഗൈസ്. അപ്പം എനിക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഒരു വലിയ ഇങ്ങനെ വന്നിട്ട് നമ്മളെന്തൊക്കെ വലിച്ചെടുത്തോണ്ട് പോകും ഗൈസ്. കണ്ടോ, കാരണം ഐസിന് നമ്മളെ ആ സാധനത്തിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് പോകും. കണ്ടാ, ബേബിനല്ലോ ഇങ്ങനെ ഞാനൊരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അറിയാൻ കഴിച്ചത് എന്തുവന്നു, ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അത് കട്ടായിപ്പോയി. ഓക്കെ, നമ്മൾ ആരുന്ന ഇനി അങ്ങോട്ട് കയറുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടോട്ട് എത്തി. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകണം ഗൈസ്. ഇനി കുറച്ചേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ ഗൈസ്, നമ്മൾ കുറച്ചേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇത് ലബോറട്ടറി വരെയാണ് ഗൈസ് നമ്മൾ വീഡിയോ എടുത്തത്. ഗൈസ് നമ്മളെ കോറസ് സിറ്റി, അപ്പോൾ ഈ സ്ഥലത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ആ ബുക്ക് വയ്ക്കുന്ന ആ സ്ഥലം കണ്ടാ ഗൈസ്, ആ സ്ഥലം കണ്ടാ, ആ സ്ഥലത്തായിരുന്ന നമ്മളിങ്ങനെ ഒരു 1 അല്ലേ ഇത്, അപ്പോൾ ഇവിടെ 2 വയ്ക്കണം. അപ്പോൾ 2 ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ ആയിട്ടൊക്കെ 2 ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് 3 ആണ് ഗൈസ്. 3 നമുക്ക് ആവശ്യം വരും. അത് 2. ഓക്കെ, അതൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം. 2 കഴിഞ്ഞിട്ട് 3 ആണ് ഗൈസ്. ഈ 2 കണ്ടാ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 3. ഗൈസ് അവിടെ ഒരു 2 ഇരിപ്പുണ്ട് ഗൈസ്. അപ്പം ആ 2 എടുത്തിട്ട് നമുക്ക് 1 കഴിഞ്ഞിട്ട് വയ്ക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് 4 കഴിഞ്ഞിട്ട് 5 ആണ് ഗൈസ്. അപ്പോൾ ഈ 5 ഇതാ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഞാനിപ്പോൾ തുറന്നു വരും. അപ്പോഴത്തേക്ക് ബ്ലാക്ക് ക്യാറ്റ് ഇതാ ഓടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇവിടുത്തെ കൽക്കരി എടുക്കണം ഗൈസ്. ഓക്കെ, കൽക്കരി എന്നല്ല, പിന്നെ പറയുന്നത് ചാർക്കോൾ എന്നാണ് ഗൈസ്. ഓക്കെ, ഫർണസിലോട്ട് ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹീറ്റ്നെസ് കൂടും. ഓക്കെ, ഹീറ്റ്നെസ് കൂടുമ്പോൾ നമ്മളായിരുന്ന ഈ വാൽവ് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കിടത്തണം. ഓക്കെ ഗൈസ്, ഇപ്പം ഈ ഡോറ് തുറന്നു വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടിയിൽ കൂടെ കയറി പോകണം ഗൈസ്. നമ്മൾ പോണുണ്ട്. ഓക്കെ, ആ ബ്ലാക്ക് ക്യാറ്റ് ഓടിപ്പോണുണ്ട്. ഇനി നമ്മൾ ഇതുവരെ കയറണം. അല്ല ഇതുവരെയല്ല, ഇനി അടുത്ത വരുന്ന വരി കൂടെ കയറണം. അപ്പോഴത്തേക്ക് കൂടെ ഒരുമാതിരി ഭൂമി ഉലുക്കം കണക്കൊക്കെ വരും. ഭൂമി ഉലുക്കം കണക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഈ ഗാറ്റ് തുറന്ന് കയറണം. ഇവിടെ നിന്ന് നമുക്ക് റോബോട്ടിനൊക്കെ കിട്ടും ഗൈസ്. എനിക്കറിയാം, ഞാൻ കുറച്ചൊക്കെ കളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കാണാതെ എന്നല്ല, നിങ്ങളെ വീഡിയോ എടുത്തപ്പോഴാണ് ഗൈസ് പോയത്. ഓക്കെ, വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ കട്ടായിപ്പോയി. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ഒരു ഡോറ് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഓടിപ്പോണം. ഓക്കെ ഗൈസ്, എവിടെയെങ്കിലുമൊക്കെ മാറ്റിയ ആ റോബോട്ട് കാണും. ഇതാണ് ഗൈസ് ആ റോബോട്ട്. ഓക്കെ, ഈ റോബോട്ടിൻ്റെ പേരാണ് ഗൈസ് ന്യൂട്ട്. ഗൈസ്, അപ്പം ഈ റോബോട്ടിൻ്റെ എല്ലാ പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ റോബോട്ടിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഗൈസ്,
ഇൻസ്റ്റേറ്റ് എ ബാറ്ററി. നമുക്കൊരു ന്യൂ ബാറ്ററി വേണം ഗൈസ്. ആ ബാറ്ററിക്ക് ഒന്നും ചാർജ് ഇല്ല. ഓക്കെ, ഈ ബാറ്ററിക്ക് ചാർജ് ഇല്ല, പക്ഷെ നമ്മൾ ഇതിന് നല്ല ചാർജൊക്കെ തന്നെയൊക്കെ കൊടുക്കും. ഓക്കെ, നമ്മൾ ഈ ബാറ്ററി എടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റേ സ്ഥലത്തോട്ട് പിന്നെ നമ്മൾ എത്തി. ഓക്കെ, നമുക്ക് ഈ വാവയ്ക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവന് ജീവൻ വന്നിട്ടുണ്ട് ഗൈസ്. ഓന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് പോകണം ഗൈസ്. ഓക്കെ, ടേക്ക് ദ റോബോട്ട് അപ്സ്റ്റെയർ. ഓക്കെ, നമ്മളെ റോബോട്ടിനെ അപ്സ്റ്റെയർസിലായിട്ട് കൊണ്ട് കയറുന്നതിനെ പോകണമെന്നാണ് ഗൈസ് പറഞ്ഞത്. ഓക്കെ, അപ്സ്റ്റെയർസ്. അപ്പോൾ പ്ലഗ് ഇറ്റ് ഇൻ ഗൈസ്. ഇതിൽ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യണം ഇതിനെ. അപ്പോൾ നമ്മളായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ട്. ന്യൂട്ട്. ഓക്കെ, നമ്മളെ ന്യൂട്ടിൻ്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്താൽ നമ്മൾ കളി തുടങ്ങും ഗൈസ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മളിത് ഫുള്ള് ചെയ്യണം ഗൈസ്. ഭയങ്കര പാടാണ്. ഓക്കെ, നമ്മളെണ്ണം ചെയ്തു, രണ്ടെണ്ണം ചെയ്തു, മൂന്നെണ്ണം ചെയ്തു. ഫസ്റ്റത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ ചലഞ്ചാണ് ഗൈസ്. ഇതിച്ച് പാടാണ് ഗൈസ്. ഒന്ന് എന്നെ പൊന്നു ഒരെണ്ണം പോലും ഇപ്പോൾ ചാർജ് ആക്കിയില്ല. ഓക്കെ ഗൈസ്, രണ്ടെണ്ണം ചാർജ് ആക്കി. മൂന്നാമത്തേത് തെറ്റിപ്പോയി ഗൈസ്. നാലാമത്തേതും തെറ്റി. ഒന്ന് ഗൈസ്, ഒന്ന് രണ്ട് ഗൈസ്. ഇതിന് ഭയങ്കരമായിട്ട് നമുക്ക് ചാർജൊക്കെ വേണം ഗൈസ്, അല്ലെങ്കിൽ നടക്കൂല. ഓക്കെ, ഓ ഗൈസ്, രണ്ടാമത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. മൂന്നാമത്തേത് ഗൈസ്. ഇത് കുറേ പ്രാവശ്യമുണ്ട് ഗൈസ്, 1000 വട്ടമൊക്കെ ഉണ്ട്. ഓക്കെ ഓനെ ഓക്കെ എടുത്തെടുക്കാം. ഓക്കെ കംപ്ലീറ്റ് ലോഡിങ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെ ന്യൂട്ടൺ കയറണമെന്നെനിക്ക് വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ പേര് ന്യൂട്ടൺ ആണ് ഗൈസ്. നമുക്ക് 1000 കയറണമെന്നെനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവന് കുടിക്കാനായിട്ട് ഇച്ചിരി വെള്ളം കരണമെന്നെനിക്ക് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഈ വെള്ളമാണ് ഗൈസ് അവന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് നമ്മളെ ന്യൂട്ട് കുട്ടപ്പനും കരണമെന്നെനിക്ക് കൊടുക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. കൊടു ഗൈസ്, നമ്മൾ ഫീഡ് ചെയ്തപ്പോൾ ന്യൂട്ടപ്പം പിന്നെ നമ്മളെ കെട്ടിപ്പിടിച്ച് ലവ് ഒക്കെ തന്നു ഗൈസ്. ന്യൂട്ടിട്ടപ്പോൾ നമുക്ക് ലവ് ഒക്കെ തന്നു. നമ്മളെ ന്യൂട്ട് കൂട്ടപ്പോൾ പിന്നെയും ഗ്യാസൊക്കെ ഇട്ടിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ന്യൂട്ട് കുട്ടപ്പൻ്റെ ഇല്ലേ ഗായ്സ്, താരം ഒരു പറക്കുന്ന സാധനമുണ്ട്. എല്ലാ റോബോട്ടുകൾക്കും പറക്കാം, പക്ഷെ ആ സാധനം നമ്മളെ ന്യൂട്ട് കുട്ടൻ്റെത് പോയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം ആ സാധനം നമ്മൾ ന്യൂട്ട് കുട്ടപ്പൻ്റെ സെറ്റാക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ പേരാണ് ബൂസ്റ്റർ. അപ്പം നമ്മൾ ആ ബൂസ്റ്റർ നമ്മളെ ന്യൂട്ട് കുട്ടപ്പനും കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബൂസ്റ്റർ സെറ്റ് ചെയ്യാനായിട്ട് ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങാണ്ടായിട്ടാണ് ഗൈസ് ബൂസ്റ്റർ വരുന്നത്. ഗൈസ് മണ്ടയിലാണെന്നാണ് ഗൈസ് തോന്നുന്നത്. നമ്മൾ മണ്ടയിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആയിട്ട് നമ്മളെ ന്യൂട്ട് കുട്ടപ്പനെ വെക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതുവരെ ഗൈസ് ഞാൻ പഠിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. ഇവിടെ തുറന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണെന്ന് തോന്നുന്നു ഗൈസ് ബൂസ്റ്റർ വെക്കേണ്ടത്. ലബോറട്ടറികൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം മറന്നുപോയി ഗൈസ് ഞാൻ. അപ്പോൾ നമ്മൾ ന്യൂട്ട് കുട്ടപ്പനെ അവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ് ന്യൂട്ട് കുട്ടപ്പനെ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഡോർ തുറക്കൂല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാർഗം വേണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഈ ഡോർ തുറക്കാം. ഈ സാധനം നമുക്ക് ബേബിയുടെ ഫോട്ടോ എൻ്റെ പൊന്നു പോലെ. ഓക്കെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ആയിട്ട് എന്തൊരു സാധനം. ഇത് നമ്മളെ ഡോറിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഡോർ അവിടെ സ്റ്റെക്കായിട്ടിരിക്കും ഗൈസ്. നമുക്ക് ഇതിൻ്റെ അടിയിലൊന്ന് വെച്ച് നോക്കാം ഗൈസ്. ഇത് തന്നെ ഗൈസ്, ഇനി നമ്മളെ ന്യൂട്ട് കുട്ടപ്പനെ നമ്മളൊന്ന് എടുക്കണമെന്ന് തോന്നുന്നു ഗൈസ്. എടുത്തു, അപ്പോൾ ഒന്നും നടന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ന്യൂട്ട് കുട്ടപ്പനെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചു. നമുക്ക് ബൂസ്റ്റർ വേണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുവരെ പോവുകയാണ്. ഇവിടെയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇവിടെ തന്നെയാണ് ഗൈസ് ബൂസ്റ്റർ. നമുക്ക് ഈ ബൂസ്റ്റർ എടുത്തുകൊണ്ട് വരാം ഗൈസ്. നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു.
ഗൈസ് തന്നെ ഗൈസ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്വിച്ച് വലിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ന്യൂട്ട് വിട്ടപ്പോൾ ഇനി പറക്കാനും കയറാൻ പറ്റും. ഓക്കെ നമ്മളെ ന്യൂട്ട് വിട്ടപ്പോൾ മണ്ടയിലോട്ട് പോയി. വെർ ഡിഡ് ഹി ഗോ? അയ്യോ ഗൈസ് ആ ബേബിന്നല്ലോ അടുത്തോട്ട് വന്നു ഗൈസ്. ഗൈസ് ഇവിടെ ആയിട്ട് ന്യൂട്ട് വിട്ടപ്പോൾ നമുക്ക് ആയി കാണിച്ചു. നമ്മൾ ഈ എലവേറ്റർ റിപ്പയർ ചെയ്യണം. അപ്പം നമുക്ക് വ്രഞ്ച് വേണം. എവിടെയെങ്കിലും വ്രഞ്ച് ഉണ്ടോ? ഇത് സൂട്ടറില്ലേ ഗൈസ്? ദാ വ്രഞ്ച് ഗൈസ് നമ്മൾ ന്യൂട്ട് വിട്ടപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എടുത്ത് കൊടുക്കണം. ഹാമർ വല്ലതും ആവശ്യം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ എല്ലാം എടുത്ത് വെച്ചിരിക്കാം ഗൈസ്. ഹാമർ എടുത്ത് വയ്ക്കാം. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും കൂടെ എടുത്ത് വെച്ചിരിക്കാം. ഓക്കെ വല്ല ആവശ്യം വരില്ല. ഹാമർ കൈ പിടിച്ചിരിക്കാം. ഗൈസ് അവന് ഓയിൽ വേണം കുടിക്കാൻ. ഓക്കെ അപ്പം നമ്മൾ ഓയിൽ എടുത്തിട്ട് അവന് കൊടുത്തിട്ടുണ്ട് ന്യൂട്ടന്. ക്യാമറ എടുത്ത് കൈ പിടിച്ചേക്കാം. എന്തെങ്കിലും ആവശ്യം വരുമോ ഗൈസ്? ആവശ്യം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ് ക്യാമറ തന്നെയാണ് ഗൈസ് ആവശ്യം വന്നെടുത്തത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എന്തൊക്കെ എടുത്തോണ്ട് വന്നു. ഗൈസ് ഞാൻ ന്യൂട്ട് വിട്ടപ്പോൾ എല്ലാം റെഡി ആക്കുന്നുണ്ട്. ലിഫ്റ്റ് താഴോട്ട് വരുന്നു. ബേബിനെല്ലാം അടുത്ത് നിർത്തി കേട്ടോ. പ്രസ് ദിസ് ബട്ടൺ വേണ്ടല്ലേ? ഗൈസ് നമ്മൾ അകത്തോട്ട് കയറി ഗോ അപ്പ് കൊടുത്തു ഗൈസ്. ഗൈസ് എന്തൊക്കെ മിന്നു. ബേബിനല്ലോ ഷിടോ ഊരേ ബേബിനല്ലോ അത് ഗൈസ്. എങ്ങനെയാണ് ഗൈസ് നമ്മളെ രക്ഷപ്പെട്ടത്? ബേബിയിലല്ലോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇനി നടക്കൂട്ടെ. ലബോറട്ടറിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ ലബോറട്ടറിയാണ് ഗൈസ് ഇത്. ഗൈസ് ബേബിയിലുള്ള ഫോട്ടോ ബൈ യെസർ ഡോറ. ഗൈസ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പ്രേതമായിട്ടിരുന്ന. അപ്പം അവരെയൊക്കെ ഫോട്ടോ ആണിത്. ഗൈസ് നമ്മളെ ന്യൂട്ട് വിട്ടപ്പോൾ ഇവിടെ എടുത്ത് വയ്ക്കുക. ഗൈസ് അത് തുറന്നു. തുറക്കേ ഡം ഡം. ഇവിടെ എന്തുവാ? ഗോ അപ്സ്റ്റെയർ പോകാൻ പറ്റുമോടാ ഗൈസ്? ഗോ അപ്സ്റ്റെയർ എന്ന് പറഞ്ഞിരിക്കുന്നു. എക്സ്പെക്റ്റാ. അയ്യോ കോൾ ന്യൂട്ട്. നമുക്ക് ന്യൂട്ടിനെ വിളിക്കാം ഗൈസ്. ന്യൂട്ട് ഇവിടെ ഒന്ന് വെള്ളം ഒഴിച്ച് ഗൈസ്. നമ്മൾ ഗോ അപ്സ്റ്റെയർസ് എന്ന് പറഞ്ഞപ്പോൾ നോക്കി എന്തായാലും സാധനം കിട്ടി. ഇവിടെ വെച്ചാലേ നമുക്ക് ഇവിടെ വയ്ക്കാം ഗൈസ് ആ സാധനം. അത് ഏറിയിരിക്കും ഗൈസ്. ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാനായിരുന്നു ഗൈസ് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗൈസ് എനിക്ക് പിടിയിട്ട് ഗൈസ് ഈ സാധനം കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ സാധനത്തിലോട്ട് ഈ സാധനം അങ്ങോട്ട് വെക്കുക. അപ്പോഴത്തേക്കും ഇത് കണ്ടോ ഗൈസ് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണമെന്നാണ് ഗൈസ് പറയുന്നത്. ഒന്ന് നമ്മൾ മിക്സ് ചെയ്തു, രണ്ടാമത്തെ നമ്മൾ മിക്സ് ചെയ്തു. അപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് മിക്സ് ആയിട്ട് വരും ഗൈസ് വന്ന്. അപ്പോൾ ഒരു പിങ്ക് കളറാണ് ആയത്. അപ്പോൾ നമ്മൾ ഇത് വലിക്കുമ്പോഴത്തേക്ക് ഇവിടെ സാധനം കയറി വരും ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഈ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതാക്കിയിട്ട് ബേബിനെല്ലൊക്കെ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ പറ്റൂ എന്നാണ് പറഞ്ഞത്. ഗൈസ് എന്തൊക്കെയാന്ന് ഷിടോ ബേബിനെല്ലോ. അയ്യോ ജസ്റ്റ് സൈസ് ഗൈസ് ബേബിനെല്ലോ അവിടെ ഉണ്ടാ ഗൈസ്? ബേബിനെല്ലോ സാധാ ബേബിനെല്ലോ ആയി. നമ്മൾ ബേബിനെല്ലേക്ക് ഇതൊന്ന് കൊടുത്തു നോക്കുക എന്തെങ്കിലും ആവൂ ഗൈസ്. ബേബിനോടൊപ്പം ദേഹത്തെല്ലാം ഒട്ടിപ്പിടിക്കുന്നു. ഇതൊരു പവറാണെന്ന് തോന്നുന്നു. പിക്കപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. അവിടെ ഒരു കീ ഇരിക്കുന്നു ഗൈസ്. ഈ കീ എടുക്കാം. ഇതൊരു യൂസ് ആവും ഗൈസ്. ഇവിടെ ആയിട്ട് യൂസ് ആവും.
ഇവിടെ ഇതെന്തുവാ? ഇതുവരെ ഇതാണല്ലേ. ഇത് നമുക്ക് കൊടുത്തു നോക്കിയാലോ ഗൈസ് ബേബിനെല്ലോക്ക്. അയ്യോ ബേബിനെല്ലാം വളി വിട്ടോണ്ട്. ഇവിടെ എന്തുവാ കാണിക്കുന്നു? ബ്ലാക്ക് കാറ്റ്. ഇവിടെ എന്തുവാ സാധനമുണ്ട് ഗൈസ്. അതിനീടെ ഹാൻഡിലാ ഇതെല്ലാം ഉണ്ടാ? ഇതെല്ലാം ഉണ്ടാന്നോ ഗൈസ്? ഹാൻഡിൽ വേണമെന്ന് പറഞ്ഞ് എന്തുവാ ഗൈസ്? ഹാൻഡില് അവിടെ വെച്ചാലോ ഗൈസ്? അവിടെ വെച്ച് നോക്കാം ഗൈസ്. കറക്കിയിട്ടുണ്ട്. ഈ സാധനം തുറന്ന് ഓക്കെ ഗൈസ്. ഈ സാധനം തുറന്നിട്ട് അപ്പുറത്തെ വരി കൂടെയാണ് ഗൈസ് വരുന്നത് ഈ സാധനം. അപ്പം നമുക്ക് ഈ ബേബിനെല്ലോക്കില്ലേ ആ സാധനം കൊടുത്തിട്ട് വിട്ടു നോക്കിയാലോ ഗൈസ് അങ്ങോട്ട്. അപ്പോൾ അല്ലേ ആവൂ. ഈ സാധനം എടുക്കാം. ബിലക്കോള് ഇട്. ഓ ഗൈസ് തുറക്കൂ. ഓ ഗൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ് ബേബിനെല്ലോ അങ്ങോട്ട്. അപ്പോൾ എന്തര പോയിട്ടുണ്ട് അങ്ങോട്ട് ബേബിനെല്ലോ. ഓ ഗൈസ് ആ കീ എടുത്തോണ്ട് വന്നു ഗൈസ്. എനിക്ക് ഇതായിരുന്നു ഗൈസ് പ്ലാൻ. ഞാൻ ആ കീ നേരത്തെ കണ്ടപ്പം ആ കീ ഞാൻ കണ്ടിട്ട് ഞാൻ എടുത്തോണ്ട് വന്നു ഗൈസ്. ഗൈസ് താങ്ക് യു ഫോർ ദിസ് ബേബിനെല്ലോ ഗൈസ്. ബേബിനെല്ലോക്ക് വേണ്ടി ഒരു ലൈക്ക് അടി ഗൈസ്. നമ്മളിവിടെ തുറന്നിട്ടുണ്ട്. ബ്ലാക്ക് കാറ്റ് അവിടെ പോയി ഗൈസ്. ബ്ലാക്ക് കാറ്റ് പോയി ഗൈസ്. ഇവിടെ എന്തുവാ ഗൈസ്? ബ്ലാക്ക് കാറ്റ് മണ്ടി ഇരിക്കുന്നു. നമുക്ക് ബ്ലാക്ക് കാറ്റ് ആണ് ഗൈസ് വരി കാട്ടി. അപ്പോൾ അതാ ഇവിടെ എന്തുവാ ഇരിപ്പുണ്ട്. പിക്കപ്പ് ദ ബുക്ക്. ഇതൊരു ചിഹ്നമാണ് ഗൈസ്. അപ്പം ഇന്നത്തെ നമുക്ക് ചിഹ്നം ഓർത്ത് വെച്ചിരിക്കാം. ഈ ബുക്ക് നമുക്ക് പിക്കപ്പ് ചെയ്യാം. ഇതാണ് ഗൈസ് ചിഹ്നം. ഓക്കെ ഫസ്റ്റ് ചിഹ്നം എനിക്ക് കിട്ടി. ഈ ചിഹ്നങ്ങൾ ഓരോന്നോരോന്ന് നമുക്കൊന്ന് കളക്ട് ചെയ്ത് നോക്കാം ഗൈസ്. വല്ലതും കിട്ടൂ. കേസ് നമ്മൾ ഈ ചിഹ്നം കൂടെ കളക്ട് ചെയ്തു. ഈ ഗ്ലാസ് താരം ഇട്ട് കേസ് ഈ ബുക്കും താരം ഇട്ടിട്ടുണ്ട്. ആ ചിഹ്നം കളക്ട് ചെയ്തു. കേസ് ഇതെന്തുവാ? ഒരു കയറുന്ന സാധനമുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ന്യൂട്ട് കുട്ടപ്പനെ ഇവിടെ ന്യൂട്ട് കുട്ടപ്പനെ വെക്കാനായിട്ടുള്ള സാധനമുണ്ട്. ന്യൂട്ടേ അയ്യോ ഗൈസ് ന്യൂട്ടാ എടാ ന്യൂട്ടൻ മുട്ടപ്പ ന്യൂട്ടപ്പി ന്യൂട്ടപ്പൻ എവിടെ പോയി? ന്യൂട്ടപ്പാ ആ ഗൈസ് ന്യൂട്ടപ്പൻ പോലെ ഓക്കെ കേസ്. അയ്യോ ന്യൂട്ടപ്പനെ എടു കേസ്. നമ്മൾ ന്യൂട്ടപ്പനെ എടുത്തിട്ടുണ്ട്. നമ്മൾ അവനെ എടുത്തുകൊണ്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ബട്ടൺ പ്രസ്. ഓടാ ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. ഓക്കെ നമ്മൾ വെച്ചു ന്യൂട്ടപ്പൻ. ഗൈസ് അപ്പോൾ തിരിയും പോയി. അവിടോട്ടല്ലേ ബ്ലാക്ക് കാറ്റ് നമുക്ക് വരി കാട്ടുന്ന. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. നമ്മൾ ക്ലൈം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് തുറക്കാൻ പറ്റൂല ഗൈസ്. ചിഹ്നങ്ങൾ പോയി നമുക്ക് ഫസ്റ്റത്തെ ചിഹ്നം വെച്ച് നോക്കാം ഗൈസ്. ഞാൻ കണ്ടു ചെയ്യണം. അപ്പം ഫസ്റ്റത്തെ ചിഹ്നമൊക്കെ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് താരോട്ടിറങ്ങാം ഗൈസ്. നമുക്ക് താരോട്ടിറങ്ങാം. ഓക്കെ ഇതെന്തുവാ? ഇങ്ങനെയുള്ള ഒരു ചിഹ്നം. ഓക്കെ ഇട്ടിട്ടാണ് ഗൈസ്. ഇങ്ങനെയുള്ളൊരു ചിഹ്നമാണ്. അത് ഏറ്റവും താഴത്തെ ചിഹ്നമാണ് ഗൈസ്. ഇതാണ് ഗൈസ് ആ ചിഹ്നം. അടുത്ത ചിഹ്നം ഗൈസ്. അടുത്ത ചിഹ്നം നമുക്ക് നോക്കാം ഗൈസ്. അടുത്ത ചിഹ്നം നോക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഗൈസ് ഇങ്ങനെയുള്ളൊരു ചിഹ്നം. ഓക്കെ മനസ്സിലായി? നമ്മൾ നോക്കി. അപ്പം ഇവിടെയാണ് ഗൈസ് ആ ചിഹ്നം വരുന്നത്. അയ്യോ ഗൈസ് മറന്നുപോയി. ഓക്കെ ഇതാണെന്ന് തോന്നുന്നു. എല്ലാം വെച്ച് നോക്കിയല്ല ഗൈസ്. ഇതല്ല വീട്ടി ഇതാണ് ഗൈസ്. അപ്പം മോളത്തെ ചിഹ്നം എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കിയുള്ള ചിഹ്നമൊക്കെ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള ചിഹ്നം കണ്ടുപിടിക്കാം.
അടാ എന്തോ കിട്ടുന്നില്ല. നമുക്ക് ഏതെങ്കിലുമൊക്കെ ചിഹ്നം വെച്ച് നോക്കിയാലോ? അല്ല കിട്ടും. നോക്കിയാ നമുക്ക് ഏതെങ്കിലുമൊക്കെ ചിഹ്നം വയ്ക്കാം. ഈ ചിഹ്നം നമുക്ക് ഇത് വെക്കാം ഗൈസ്. പറഞ്ഞില്ല എന്തൊക്കെയാ വെച്ച ഗൈസ്. ഇവിടെ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതെന്തുവായേ തരത്തുപോയേ? പിന്നല്ലോ എന്റെ പൊന്നു മോനെ. ബേബിനെല്ലോ ഇവിടെ വന്നിരിക്കുന്നു. നമുക്കൊരു ഫോട്ടോ എടുത്താലേ? നമുക്ക് പറ്റിയ വെക്കാനുള്ള സാധനങ്ങൾ എവിടെ ഉണ്ട് ഗൈസ്. ഫിലിം പ്രോജക്ടർ ഊതായിരിക്കുന്നു. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെക്കണം എന്നാണ് തോന്നുന്നത്. നമുക്ക് ബേബിനെ ഫോട്ടോ എടുത്താലോ നടക്കും. നമുക്ക് ഇവിടെ വെക്കാം. ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട്. നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മൾ ഫിലിം ഇവിടെ വെച്ച് വീട്ടി ആ ഫോട്ടോയിലത് നോക്കി. ഈ ഫോട്ടോയിലത് നോക്ക്. അതിൻ്റെ അകത്തുള്ള സാധനം എന്ന് പറയുന്നതേ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കി ബ്ലിങ്കായി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. അങ്ങനെയല്ല തരവര് എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഓക്കെ മുക്കി അത് പൊങ്ങി വന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൽ വെച്ച് നോക്കാം. എന്തൊക്കെയാവുന്നു ഗൈസ്. ഇത് അങ്ങനെയായി. അവിടെ നോക്കിയല്ല ഗൈസ്. ഇവിടെ പോയി എടാ ഇങ്ങനെയായിരുന്നു ഗൈസ് കളി. ഇങ്ങനെയായിരുന്നു ഗൈസ് കളി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ട്. ഗൈസ് ഇവിടെ ഒരു ലിവർ. അപ്പോൾ നമുക്ക് അത് ആ ലിവർ ശരിയാക്കണമെങ്കിൽ നമ്മൾ ഇതിൽ വെച്ച് ആ ലിവർ ശരിയായാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് ഇവിടെ വയ്ക്കണം. ഓക്കെ, ദിസ് റൂം ഇറ്റ്സ് ഡാർക്ക്. നോക്കി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് പെരുത്താരം വന്നു. നമ്മളിത് വെച്ചു. നമ്മൾ ഇതെടുത്തു ഡെവോട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് ഗേസ്. ഓക്കെ, ഇങ്ങനെ വല്ലതും ആയിരിക്കും ഗേസ് കളി. കേസ് ഇനി നമുക്ക് ഇത് വെക്കാം. വല്ലോ നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. ലോ നോക്കിയാലോ? ഇവിടെ ആയി. ലിവർ ഒലി ഒരു അടുത്ത സാധനം ഗൈസ്. അപ്പം ഇതും കൂടെ ചെയ്യാം. ഇറ്റ്സ് ലുക്ക് ഇത് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് അത് വിരിക്കണമെങ്കിൽ അത് ഒന്നാമത് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം അത് ഫുള്ള് മുഴുക്കൊക്കെ പിടിച്ച് അട്ടയൊക്കെ കയറി. അപ്പോൾ ഇത് ഇപ്പം കിടിലായിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ ഫോട്ടോ എടുത്തു. ഇവിടോട്ട് വെച്ചു. വെയ് താര വീര് കേസ്. താര വേണ്ടിട്ടുണ്ട്. നമ്മൾ ഇതെടുത്തു ഇവിടെ വെച്ചു. പെട്ടെന്ന് കേസ് വന്നിട്ടുണ്ട്. ഇത് നമ്മളെടുത്തു ഗൈസ്. ഇവിടെ വെച്ചു. കേസ് ഓക്കെ കുറച്ച് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ന്യൂട്ടിനെ വിളിച്ചു. കേസ് അതിനെ വിടർത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഈ സാധനം എടുത്തോണ്ട് പോവാം. നമുക്ക് അതെടുത്ത് അവിടെ വെക്കാം ഗൈസ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോലെ. ഇനി നമുക്ക് റെഡും ഗ്രീനും കൂടെ ചെയ്ത് നോക്കാം. റെഡും ഗ്രീനും ഇതും നമ്മൾ പച്ചയും ബ്ലൂവും കൂടെ ചെയ്ത്
ഗൈസ് പച്ചയും ബ്ലൂവും ചെയ്ത് ഗൈസ്. ഇനി നമ്മൾ റെഡും ഗ്രീനും ആയിരിക്കും ചെയ്യുന്നത്. പച്ചയും ബ്ലൂവും കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഈ ലിവർ ഒളിച്ചു ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആവും. ഓക്കെ വാ. നമ്മൾ ഈ കുപ്പി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പിടിച്ചു ഗൈസ്. ഇതെന്തുവാ നോക്കട്ടെ ഗൈസ്. പൊട്ടി. ഓക്കെ അത് നടക്കുക. അയ്യോ ഓക്കെ ഗൈസ്. ബേബിക്ക് വട്ട് പിടിച്ച്. അത് നമുക്ക് നോക്കാം ഗൈസ്. അടുത്ത ഇതും ഇതും. ഓക്കെ അടുത്ത വരൂ. ഓക്കെ അടുത്ത ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് കളർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അവസാനം പോയിട്ടുണ്ട്. അവസാനത്തിന് നമുക്കൊരു ആവശ്യമില്ല ഗൈസ്. പാടാ. ഓക്കെ ഗൈസ് വന്നിട്ടുണ്ട്. നമുക്ക് ബോട്ടിലെടുക്കാം വയ്ക്കാം ഗൈസ്. ബേബിനെല്ലൂടെ വെയിറ്റ് കൂടും. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട പോലെ ഇത് നമ്മൾ എടുത്തിട്ടേ ഗൈസ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റണം ബേബിനെല്ലോനെ. അപ്പം എന്തൊക്കെ സംഭവിക്കും? താരട്ടെ കയറി എന്തെങ്കിലുമൊക്കെ നടക്കും. ഓ എടാ ഈ ഗാർഡൻ നോക്ക്. എക്സ്പ്ലോർ ദ ഗാർഡൻ. ഓ എൻ്റെ പൊന്നു മോനെ ഈ ഗാർഡൻ കൊള്ളാല്ലേ ഗൈസ്. ഇനി നമുക്ക് അയ്യോ നമ്മൾ ന്യൂട്ടിനെ കോൾ ചെയ്തു ഗൈസ്. ബേബിനെല്ലാം എന്തരാ ചെയ്തു ന്യൂട്ടിനാ ഗൈസ്. മണ്ണെടുത്ത് വാരി ന്യൂട്ടിനടിച്ച്. ഓ എടാ കള്ള. ഓ ഗൈസ് ഗൈസ് നമ്മളെ ബേബി ഇച്ചിരി ഡാർക്ക് ആയിട്ടുണ്ട്. ഓടാ നമ്മളെ ബേബിനെല്ലോ വട്ടെടുത്ത്. അയ്യോ ബേബിനല്ലോ ഗൈസ്. സ്റ്റോപ്പ് ദ ബേബി. എന്തെങ്കിലും മാർഗം വേണം ഗൈസ്. ആ പൊട്ട് ചെയ്യുന്ന സാധനം ഗൈസ് നമുക്ക് ഇതെടുത്തിട്ട് വെച്ചാലോ അവന ഗൈസ്. നമ്മൾ ഇതെടുത്തിട്ട് എൻ്റെ മേത്തോട്ട് വിടുകയാണ്. വിടാ ബേബി കള്ള ബേബി. എടാ കയ്യിലിട് ബേബിനെ കയ്യിലിട് ഗൈസ്. നമുക്ക് ഗൈസ് ഈ ബേബീനെ എൻ്റെ അകത്ത് വെച്ച് നോക്കിയാല. ഓ ബേബിനെ എൻ്റെ അകത്ത് വെച്ച് വിട്ടു നോക്കിയാല ഗൈസ്. വിട്ട് ബേബി ദാ പോയി. വേണം ഗൈസ്. ബേബിക്ക് വേണം. അത് ഇച്ചി അവന് വേണ്ടതായിരുന്നു. അവൻ പോയി ഗൈസ്. നമുക്ക് നമ്മളെ ന്യൂട്ടിനെ പിന്നെ ഒന്ന് വിളിക്കാം. എടാ ന്യൂട്ട് വന്ന് ചെയ് കേസ്. നമ്മൾ ന്യൂട്ടിനെ വിളിച്ചിട്ടുണ്ട്. കോൾ ന്യൂട്ട് വരൂ കേസ്. ന്യൂട്ട് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു കേസ്. നമുക്ക് ഈ ലാവറസ്റ്റ് കിട്ടി. നമ്മൾ പോവുകയാണ്. നമ്മളെത്തി. അപ്പം അങ്ങനെ വെയിറ്റ്. അയ്യോ ബേബി ക്രൂരനായി. എന്റെ പൊന്നു മോനെ ഷടോ ബേബി ഓടത്തെ ചന്ദ്രനെ തന്നെ അങ്ങ് എടുത്തു ഗൈസ്. ഓ ഗൈസ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ബേബിയുടെ കഥ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ബൈ ബൈ.